إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ തിരൂർ മണ്ഡലം KNM ISM MSM MGM നേതാക്കളെ, ഞാൻ ആദരിക്കാറുള്ള പണ്ഡിതന്മാരെ, ബഹുമാന്യരായ ഈ പ്രദേശത്തെ നല്ലവരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ മഹത്തായ സമ്മേളനത്തിൽ ഒന്നാമത്തെ സെഷൻ മരണം ഒടുക്കമല്ല തുടക്കമാണ് എന്ന വിഷയം അവതരിപ്പിക്കുവാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയം എല്ലാവരുമായും ബന്ധമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമായി നാം കാണുകയാണ്. ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ച വചനം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമറിയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്തെ ചില വചനങ്ങളാണ്. ഞാൻ നേർക്കുനേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അവന്റെ വിശാലമായ സ്വർഗലോകത്ത് നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമുക്ക് 4 അവസ്ഥകളാണ് ഉള്ളത്, 4 ഘട്ടങ്ങൾ. അതിലെ ഒന്നാമത്തെ ഘട്ടം ഗർഭാശയത്തിലെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞ കാലഘട്ടമാണ്. അത് പരമാവധി 10 മാസം, വളരെ കുറഞ്ഞ കാലം ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അതനുഭവിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ദുനിയാവിലെ ഘട്ടമാണ്. ഗർഭാശയത്തിലെ കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടെയുള്ള 60 70 പരമാവധി 80 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതമാണ്. മൂന്നാമത്തേത് ഖബറിലെ ജീവിതമാണ്.
നാലാമത്തേത് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് നടത്തി പരലോകത്ത് സ്വർഗ നരക ജീവിതമാണ്. ഇങ്ങനെ 4 ഘട്ടം നമുക്കുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഘട്ടമാകുന്ന ഗർഭാശയത്തിലെ കാലം പൂർത്തിയാക്കിയവരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടമാകുന്ന ദുനിയാവിലാണ്. അപ്പോൾ ഒന്നാമത്തേത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, നമ്മളെല്ലാവരും അനുഭവിച്ച് ബോധ്യപ്പെട്ടവരാണ്. രണ്ടാമത്തേതും പരമാർത്ഥമാണ്. കാരണം ഞാനും നിങ്ങളും അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തേത് അതിനേക്കാളും സത്യമാണ്, ഖബർ. കാരണം നമ്മളുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പരിചയക്കാരിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ മഹല്ലുകളിൽ നിന്ന് നമുക്ക് സുപരിചിതരായ ഒരുപാട് സഹോദരന്മാരും സഹോദരികളും മരണപ്പെട്ടിരിക്കുന്നു. അവരെയൊക്കെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അവരെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നവരാണ് നമ്മളെങ്കിൽ, സഹോദര സഹോദരി, ഒന്നാമത്തേത് നേർക്കുനേരെ നാം അനുഭവിച്ചുവെങ്കിൽ, രണ്ടാമത്തെ ഘട്ടമാകുന്ന ദുനിയാവാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, മൂന്നാമത്തേത് നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും മരണപ്പെട്ടവരെ നമ്മൾ ആ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് തിരിച്ചു പോന്നവരാണ് നമ്മളെങ്കിൽ, പിന്നെ നാലാമത്തെ ഒരു ഘട്ടമാണ് പിന്നെ എല്ലാവർക്കും സംശയം. അതായത് പരലോകം, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് നടത്തി സ്വർഗജീവിതം അല്ലെങ്കിൽ നരകജീവിതം, ഇതുണ്ടോ ഇല്ലേന്നാണ്. ഒന്നാമത്തേത് സത്യമാണെങ്കിൽ, രണ്ടാമത്തേത് നേർക്കുനേരെ നമുക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ, മൂന്നാമത്തേത് നമ്മളിൽ നിന്ന് മരിച്ചുപോയവരെ ആ ഖബറിൽ കൊണ്ടുപോയി തിരിച്ചു പോന്നവരാണ് നമ്മളെങ്കിൽ, അവിടെ കൊണ്ടുവച്ച് തിരിച്ചു പോന്നവരാണ് നമ്മളെങ്കിൽ, സഹോദര സഹോദരി, നാലാമത്തെ പരലോകത്തെക്കുറിച്ച് മാത്രം നമ്മൾ എന്തിനു സംശയിക്കണം? 3 കാര്യം നേരായി ബോധ്യപ്പെട്ടാൽ പിന്നെ നാലാമത്തെ ഒരു കാര്യത്തെ എന്തിനു നിഷേധിക്കണം? വേറൊരു കാര്യം കൂടി ഈ 4 ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, 4ന്റെ സമയദൈർഘ്യം വ്യത്യാസമാണ്. ഒന്നാമത്തെ ഘട്ടം 10 മാസമാണെങ്കിൽ, രണ്ടാമത്തേത് പരമാവധി 100 വർഷമാണെങ്കിൽ, മൂന്നാമത്തേത് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള ഖബർ ജീവിതമാണെങ്കിൽ, പിന്നെ മരണമില്ലാത്ത ജീവിതമാണ്, ഒടുക്കമില്ലാത്ത ജീവിതമാണ്, ഒരിക്കലും തീർന്നു പോകാത്ത ജീവിതം. അത് പരലോകത്താണ്. സ്വർഗനരക ജീവിതമാണ്, പിന്നെ മരണമില്ല. അപ്പൊ സമയവ്യത്യാസമുണ്ട്. പിന്നെ ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഞാൻ നിങ്ങളുടെ ചിന്തയെ പെട്ടെന്ന് വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഖബറിൽ ഇബാദത്തുണ്ടോ? ഗർഭാശയ കാലഘട്ടത്തിൽ വല്ല ഇബാദത്തുകളും വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉണ്ടായിരുന്നുവോ? ഇല്ല. ഖബറിൽ യാതൊരു ഇബാദത്തുകളുമില്ല, പരലോകത്ത് യാതൊരു കർമ്മങ്ങളുമില്ല. പിന്നെ എവിടെയാണ് പരിശോധിക്കേണ്ടത്? രണ്ടാമത്തെ ഘട്ടം. ഇപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ സമ്മേളനം നടത്തേണ്ടതും ക്യാമ്പ് നടത്തേണ്ടതും ഉത്ബോധനം നടത്തേണ്ടതൊക്കെ. കാരണം ഇവിടെയാണ് പ്രധാനം. ഇതാണ് ദുനിയാവിലെ ഈ ജീവിതം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ജീവിതത്തെ വേണ്ടി വന്നാൽ ഒന്ന് ചുവപ്പ് മഷി കൊണ്ട് അടിവരയിട്ടുകൊണ്ട് ഗൗരവത്തിൽ വിലയിരുത്തേണ്ട ഘട്ടമാണ്. ഇത് കർമ്മലോകമാണ്, കർമ്മലോകം. ഇവിടെയാണ് അമലുകളും ഇബാദത്തുകളും പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചത്. അതുകൊണ്ട് ഈ ദുനിയാവിനെ കുറിച്ച് ബോധം വേണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അബസ എന്ന അധ്യായം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره. سورة عبسة. قتل الإنسان ما كفر. മനുഷ്യൻ നാശമടയട്ടെ. എന്താണ് അവൻ ഇത്രത്തോളം നന്ദി കെട്ടവനായത്? എന്താ മനുഷ്യ നിനക്ക് പറ്റിയത്? പടച്ച റബ്ബിന്റെ ചോദ്യമാണ്. മിൻ അയ്യി ശൈഇൻ ഖലഖ. ആരാണ് നീ എന്ന് നിനക്കറിയുമോ? എങ്ങനെയുള്ളവരായിരുന്നു നീ എന്ന് നിങ്ങൾക്കറിയുമോ? മിൻ അയ്യി ശൈഇൻ ഖലഖ. ഏതൊരു വസ്തുവിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ.
തെറിച്ചു വീഴുന്ന അറപ്പോടെ കാണുന്ന ഒരു ചെറിയ ബീജഗണികയിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. ഫഖദ്ദറ, കണ്ണ് വെക്കേണ്ടിടത്ത് കണ്ണ് വെച്ചു, അതുപോലെ കാത് വെക്കേണ്ടിടത്ത് കാത് വെച്ചു. ഹൃദയത്തിന്റെ എല്ലാ ഘടനകളും അത്ഭുതകരമായ രൂപത്തിൽ സംവിധാനിച്ചു, എല്ലാം വെച്ചു. നോക്കൂ നിങ്ങൾ, ഫഖദ്ദറ, എല്ലാം നിർണയിച്ചുറപ്പിച്ച് ഭംഗിയാക്കി വെച്ചവനാണവൻ. സുമ്മസ്സബീല യസ്സറ, പിന്നെ അവന്റെ എല്ലാ വഴിയും അവൻ അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. ഗർഭപാത്രത്തിൽ നിന്ന് വരാനും ഇവിടെ ജീവിക്കാനും എല്ലാ സൗകര്യവും പടച്ചവൻ ചെയ്തു കൊടുത്തു. തീർന്നില്ല. ഇതൊറ്റ ആയത്തിന്റെ, അതായത് തുടർച്ചയായ ഒരധ്യായത്തിലെ തുടർച്ചയായ ആയത്തിന്റെ ആശയമാണ്. ഇതുവരെ ഇപ്പൊ നമ്മളൊക്കെ ബോധ്യപ്പെട്ടവരാണ്. ഇനി അടുത്ത ഘട്ടം പറയാൻ പോവാൻ. പിന്നീട് അവനെ നാം മരിപ്പിക്കുന്നു. അല്ല മരിപ്പിക്കുക, അല്ല നമ്മൾ മരിച്ചു പോകല്ല. സമയമായാൽ, അവന്റെ തീയതി വന്നാൽ അള്ളാഹു അവനെ മരിപ്പിക്കുന്നു. ഫാഖ്ബറ, അങ്ങനെ അവനെ കബറടക്കം ചെയ്യുകയും ചെയ്യുന്നു. മരിച്ചാൽ പിന്നെ എത്രയും പെട്ടെന്ന് വൈകിപ്പിക്കാതെ വേഗം കൊണ്ടുപോയി പടച്ചോൻ തിരിച്ചു വിളിച്ചതാണ്. ഇനി പരമാവധി ഒരാളെ കാത്തു നിൽക്കാതെ, പരമാവധി ഒരു രാത്രി എടുത്തു വെക്കാതെ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണമെന്നാണ്. അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അവന്റെ ദുനിയാവിലെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഫാഖ്ബറ, അങ്ങനെ കബറടക്കം ചെയ്യുകയും ചെയ്യുന്നു. തീർന്നോ? തീർന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വന്നാൽ കുഴിമാടങ്ങളിൽ നിന്നും കബറിടങ്ങളിൽ നിന്നും അള്ളാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുകയും ചെയ്യും. ഇതും പടച്ച റബ്ബാണ്. ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയിട്ട് അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, എന്ത് പറ്റി സഹോദരാ, നിനക്ക് നിന്നോട് പടച്ച റബ്ബ് കൽപ്പിച്ചിരുന്ന കാര്യങ്ങളൊന്നും നീ കൃത്യമായി ചെയ്തു വന്നിട്ടില്ലല്ലോ. ഈ ഒരു ചോദ്യം നമുക്കുണ്ട്. ഇതിന് ഉത്തരം കൃത്യമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടവരാണ് നമ്മൾ. ഇപ്പൊ ദുനിയാവ് അല്പം ഗൗരവത്തിൽ കാണണം, ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് കർമ്മലോകം. ഇവിടെയാണ് ലക്ഷ്യബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മുന്നേറേണ്ടത്. ഇതിലെ ജയമാണ് ഖബറിലെ വിജയം, അതാണ് പരലോകത്തെ വിജയം. അതുകൊണ്ട് പടച്ച റബ്ബ് മടക്കി വിളിക്കുന്നതിന്റെ മുമ്പായി ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, അവൻ നമ്മളെ തിരിച്ചു വിളിക്കാൻ, മടക്കിക്കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. മടക്കിക്കൊണ്ടുപോയിട്ട് യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളും അവൻ പരിശോധിക്കുകയാണ്. വല്ലാത്തൊരു സംഗതിയാണ്. എല്ലാ രഹസ്യം ഭാര്യ അറിയാതെ ഭർത്താവിന്റെ മനസ്സിലുള്ളത്, ഭർത്താവ് അറിയാതെ ഭാര്യയുടെ മനസ്സിലുള്ളത്, മാതാപിതാക്കൾ അറിയാതെ നമ്മുടെ യുവ സുഹൃത്തുക്കളുടെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ സ്വകാര്യങ്ങളും, ഹൃദയങ്ങളിൽ മൂടിവെച്ചത് മുഴുവൻ യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളും പടച്ചവൻ പുറത്തേക്കിടുകയാണ്. ഈ ബോധം നമുക്ക് ഈ ദുനിയാവിൽ വേണം. എന്നാലേ രഹസ്യം വരെ, രഹസ്യ ജീവിതം വരെ, ജീവിതത്തിന്റെ എല്ലാ ചലനങ്ങളും എല്ലാ വാക്കുകളും എല്ലാ ഇടപാടുകളും ഒക്കെ സംശുദ്ധമാക്കി ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മൾ ഈ ദുനിയാവിലെ ചതിക്കുഴിയിൽ പരാജയപ്പെട്ടു പോവുകയാണ്. إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا. ആളുകളെല്ലാവരും ക്ഷണികമായ നൈമിഷികമായ ഈ ഭൗതികമായ ദുനിയാവിലെ ജീവിതത്തെയാണ് പ്രിയം വെക്കുന്നതും അമിത ആവേശത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഇഷ്ടപ്പെടുന്നതും. വയദറൂന വറാഅഹും യൗമൻ സഖീലാ, നാളെ വരാനിരിക്കുന്ന ഭാരിച്ച ഒരു ലോകം, ഒരു ജീവിതം, ഒരു ദിവസം, അതിനെ എല്ലാവരും പാടെ ഒഴിവാക്കുകയാണ്, ഓർമ്മയില്ലാതെ ജീവിക്കാൻ. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നതും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും ഒക്കെ ഐഹിക ജീവിതത്തിനാണ്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ,
എന്നും നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ വിജയം അനിവാര്യമായിട്ടുള്ള ജീവിതം പരലോകമാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വിജയം. അവിടെയാണ് നമുക്ക് വിജയിക്കേണ്ടത്, അവിടെയാണ് നമുക്ക് നേടേണ്ടത് എന്ന ബോധം നമുക്കുണ്ടാവണം. ഈ ജീവിതം പെട്ടെന്ന് തീരും. ഒരു സമുദ്രത്തിൽ നമ്മുടെ കൈവിരൽ മുക്കി ആ കടലിൽ നിന്ന് ആ കൈവിരൽ പുറത്തേക്കെടുക്കുമ്പോൾ ആ വിരൽ അഗ്രത്തിൽ എത്ര തുള്ളി വെള്ളമുണ്ടാകും? പരമാവധി 1 or 2. ഇതാണ് ആ തുള്ളി വെള്ളം പോലെയാണ് ഇഹലോക ജീവിതം. എന്നാൽ ആ കടലിലുള്ള എത്ര തുള്ളി വെള്ളം ബാക്കി വിശാലമായി പരന്നു കിടക്കുന്നുവോ അതാണ് പരലോകം. ഈ ഒരു ചിന്ത ഈ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. ഇതുപോലെ ഈ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. നമ്മളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ എവിടേക്കാണ് പോകുന്നത്? എത്ര കാലമായി നമ്മുടെ യാത്ര ആരംഭിച്ച്? ഈ കൂട്ടത്തിൽ പലരും പറയും, ഞാൻ 40 വർഷമായി, 50 വർഷമായി, 60 വർഷമായി എന്നാൽ. ഒന്നുകൂടി ആലോചിക്കുക. നടന്നിടത്തോളം ഇനി നടക്കാനില്ല. സഹോദരങ്ങളെ, അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കിടയിൽ ഒരു തണലിലാണ് നമ്മളുള്ളത്. ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങി ദുനിയാവാകുന്ന തണലിൽ കുറച്ച് തങ്ങി ഖബറിൽ പോയി അവിടെ നിന്ന് പരലോകത്ത് പോയി സ്വർഗത്തിലും നരകത്തിലുമായി ശാശ്വതരായി താമസിക്കുമ്പോൾ മാത്രമേ ഈ യാത്ര അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ തണലിൽ ഒരിക്കലും നമ്മൾ ചതിയിൽ അകപ്പെട്ടു പോകരുത്. നമ്മുടെ ഓരോ ചവിട്ടടിയും മരണത്തിലേക്കാണ്. നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ഖബറിലേക്കാണ്. ഒരു കവിതാ ശകലം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യബീതു വയൽഹാ കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ്ദുനിയാ ഖരീബൻ ഇലൽ ഖബ്രി. യബീതു വയൽഹാ, രാത്രി കഴിച്ചുകൂട്ടുന്നു, രാവിലെ നേരം പുലരുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും രാവും പകലും മാറി മാറി വരുമ്പോഴും ബഈദൻ അനിദ്ദുനിയാ, ദുനിയാവിൽ നിന്നും ഇയാൾ അകന്നകന്നുകൊണ്ടിരിക്കുകയാണ്. ഖരീബൻ ഇലൽ ഖബ്രി, അടുത്തുകൊണ്ടിരിക്കുന്നത് ഖബറിലേക്കാണ്. ഇപ്പൊ ദുനിയാവിൽ നിന്ന് അകന്ന് ഖബറിനോട് ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഈ ഓർമ്മയില്ലാതെ പിശാച് വിരിച്ച കെണിയിൽപ്പെട്ടാൽ അപകടമാണ് നമുക്ക് സംഭവിക്കാനുള്ളത്. വൻ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിൽ കരീം. പടച്ചറബിന്റെ ചോദ്യം ഇതാണ്, ഏ മനുഷ്യ, നിനക്കെന്തു പറ്റി? നിന്റെ ഉദാരനായ രക്ഷിതാവിന്റെ കൽപ്പനകളൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. അവനിൽ നിന്നും ദുനിയാവിൽ വെച്ചുകൊണ്ട് നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത് എന്താണ്? മാ ഗർറക ബിറബ്ബിൽ കരീം. പടച്ചറബിന്റെ ചോദ്യം നമ്മളോട്. അതുകൊണ്ട് സഹോദര, മനുഷ്യൻ എല്ലാം മറന്ന് ആർത്തിയുടെ ആസ്വാദനങ്ങളുടെ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്ക് മുമ്പിൽ സംജാതമായി നിൽക്കുന്നത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു കഥ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ. ഒരാള് ഒരു വന്യമൃഗത്തിന്റെ മുന്നിൽ പെട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പായുകയാണ്. അങ്ങനെ ഓടിപ്പായുന്നതിനിടയിൽ അയാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണ ഉടൻ അയാൾ ആ വീഴ്ചയിൽ പെട്ടെന്ന് ഒരു ചെറിയ വള്ളി അയാൾക്ക് പിടിച്ചു തൂങ്ങാൻ ആ പൊട്ടക്കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ കിട്ടി. അങ്ങനെ പൊട്ടക്കിണറ്റിന്റെ അടിയിലെത്താതെ ആ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. കിണറിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രംഗം, ഒരുപാട് വിഷജന്തുക്കൾ, പാമ്പുകൾ, അതുപോലെ തന്നെ മറ്റു ജീവികൾ, പേടിപ്പെടുത്തുന്ന ജീവികൾ ആ കിണറിന്റെ അടിയിലുണ്ട്. മാത്രമല്ല, അങ്ങനെ ആ വള്ളി കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ഈ പിടിച്ചിരിക്കുന്ന വള്ളി 2 എലികൾ മുകളിൽ കാർന്ന് കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. ഒരു കറുത്ത എലി, ഒരു വെളുത്ത എലി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയം വർദ്ധിച്ചു.
ആ സമയത്ത് ഇങ്ങനെ തുങ്ങിപ്പിടിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന് ഒന്ന് രണ്ട് തേൻതുള്ളികൾ മുകളിൽ നിന്ന് വായിലേക്ക് ഒറ്റി വീഴുകയാണ്. ആ തേൻതുള്ളി നുകർന്നുകൊണ്ട് അദ്ദേഹം അടിയിലെ അവസ്ഥയും മുകളിലുള്ള അവസ്ഥയും ഒക്കെ മറന്ന് ഞാനിതാ അപകടത്തിലാണ് എന്നുള്ള അവസ്ഥ വരെ മറന്ന് അയാൾ ആ തേൻതുള്ളി നുകരുകയാണ്. ആ അല്പസുഖത്തിൽ അയാൾ ഒന്ന് മയങ്ങുന്നു. മാത്രമല്ല, ആ നൈമിഷിക സുഖത്തിൽ അയാളുടെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളും അയാൾ മറക്കുന്നു. മനുഷ്യരിൽ അധിക പേരും ഇങ്ങനെയാണ്. ഈ രാവും പകലുമാണ് വെളുത്ത കറുത്ത രണ്ടെലികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദര, വളരെ വലിയ ഒരു ഗൗരവ വിചാരണയുള്ള അള്ളാഹു ഒരുക്കി വെച്ച രക്ഷാശിക്ഷകളുള്ള ഒരു ലോകത്തേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ആ വള്ളി തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്നവന്റെ അവസ്ഥ പോലെ കറുത്ത വെളുത്ത രണ്ടെലികൾ ആ വള്ളിയെ കാർന്നു തിന്നുന്നത് പോലെ രാവും പകലും മാറി മാറി ഇന്നല്ലെങ്കിൽ നാളെ അവിടേക്ക് പതിക്കാനിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നൈമിഷികതയെ ചിന്തിക്കാനാവണം. ഈ ജീവിതത്തിലെ നൈമിഷിക സുഖങ്ങളിൽ മനുഷ്യൻ എല്ലാം മറക്കുകയാണ്. സൃഷ്ടാവിനെ വരെ, തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം വരെ അവൻ മറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എല്ലാ സുഖങ്ങളെയും ആസ്വദനങ്ങളെയും തകർത്ത് കളയുന്ന മരണം വരാനിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുകയും എല്ലാ ആസ്വദനങ്ങളെയും തകർത്ത് കളയുന്ന മകന്റെ കല്യാണമാണ് നാളെ, പക്ഷെ ഇന്ന് അതിൽ പങ്കെടുക്കുമെന്ന പ്രതീക്ഷ പിതാവിനുണ്ടായി, ഇല്ല, സാധിച്ചില്ല. എല്ലാ ആസ്വദനങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നോക്കൂ, നിങ്ങൾ പുറത്ത് പറയാൻ നാണം തോന്നുന്ന കുറ്റകൃത്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ, തീർച്ചയായും മനുഷ്യൻ അതിക്രമം ചെയ്യുന്നവൻ തന്നെയാണ്, അതിര് വിട്ടുകൊണ്ട് അനീതിയും ധിക്കാരവും ചെയ്യുന്നവൻ തന്നെയാണ്. അവൻ ധന്യനായി അവന് തോന്നിയതിനാൽ എനിക്ക് എന്തിനും കഴിയോരോ എന്ന തോന്നൽ കൊണ്ട് മനുഷ്യൻ എന്ത് ധിക്കാരം ചെയ്യാം. പക്ഷേ ഓർമ്മ വേണം, സഹോദരാ സഹോദരി, ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിന്നെ നാം മടക്കിക്കൊണ്ടു പോകുന്ന ഒരു ദിവസമുണ്ട്. ഇലാ റബ്ബികർ റുജ്അ, തീർച്ചയായും നിന്റെ രക്ഷിതാവിങ്കലേക്ക് നിന്നെ മടക്കപ്പെടും. അതുകൊണ്ട് ഈ ജീവിതത്തിൽ എന്ത് തിന്മ ചെയ്യുമ്പോഴും ഈ ബോധമുണ്ടെങ്കിൽ മനുഷ്യൻ പിന്തിരിയും, സംശയമില്ല. നമുക്കൊക്കെ ജനനത്തീയതി ഉണ്ട്, ഇരിക്കുന്ന എല്ലാവർക്കും കൃത്യമായി നമ്മുടെ ജനനത്തീയതി നമുക്കറിയാം. എന്നാൽ സഹോദര സഹോദരി അറിയുക, നമുക്കൊരു മരണത്തീയതിയുണ്ട്. ആ മരണത്തീയതി നമുക്കറിയില്ല. പടച്ച റബ്ബ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് വിധേയമാകും എന്നതിൽ തർക്കമില്ല. മരണം സത്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്. സാധാരണ ഹജ്ജിന് പോകുന്നവരെ മാത്രം വിളിച്ചു വരുത്തി ഹജ്ജിനെ കുറിച്ച് പഠന ക്ലാസ് കൊടുക്കാറുണ്ട്. ആരാണ് ആ ക്ലാസ്സിൽ ഹാജരാവാറുള്ളത് എന്ന് ചോദിച്ചാൽ ഹജ്ജിന് പോകുന്നവർ മാത്രം, അല്ലാത്തവർ അവിടെ വരേണ്ടതില്ല. എന്നാൽ ഈ ക്ലാസ്സിൽ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ക്ലാസ്സിൽ വന്നവർക്കെല്ലാവർക്കും അനിവാര്യമായി കേൾക്കേണ്ട, അനിവാര്യമായും അറിയേണ്ട, അനിവാര്യമായും നമ്മളെ എല്ലാവരെയും വിധേയമാക്കുന്ന ഒന്നാണ് മരണം. ആ മരണം എന്നത് നമുക്ക് ബാക്കിയിരിക്കുകയാണ്. സഹോദര, സത്യമാണ്. മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാവരും അവനിൽ നിന്ന് വന്നവരാണ്, അവനിലേക്ക് തന്നെ അവന്റെ സമയമെടുക്കുമ്പോൾ നാം മടങ്ങിപ്പോകുന്നവരാണ്. അല്ലാതെ മരിച്ചു എന്ന് കേട്ടാൽ പടച്ചോനെ എന്നെ കാക്കണേന്ന് ആരും പറയണില്ല. പടച്ച റബ്ബേ, ആ ഗതി എനിക്ക് വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നില്ല. മരിച്ചു എന്ന് കേട്ടാൽ അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അവനിൽ നിന്നും വന്നവരാണ് നമ്മൾ, അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് നമ്മൾ. ഉമ്മു സുലൈം, സഹോദരിമാരെ ശ്രദ്ധിക്കുക, ഉമ്മു സുലൈം കുട്ടി രോഗിയായി കിടക്കുക, ഭർത്താവ് മലയിലേക്ക് ജോലിക്ക് പോവുക. അങ്ങനെ രോഗിയായ കുട്ടിയെ കണ്ട് അവസാനം ഭർത്താവ് ഉപജീവനത്തിന് വേണ്ടി മലയിലേക്ക് വിറക് ശേഖരിക്കാൻ പോവുക.
ഭാര്യ ഉമ്മുസ്ലൈം കുട്ടിയെ ശുശ്രൂഷിക്കാൻ. ഭർത്താവ് തിരിച്ചു വന്നപ്പോഴേക്കിനും കുട്ടി മരിച്ചിരിക്കും. ആ കുട്ടിയെ ഒരു മയ്യത്തിനെ ആദരിക്കേണ്ട പോലെ നേർക്ക് കിടത്തി കെട്ടി എല്ലാം ഭദ്രമാക്കി തുണി പുതച്ച് വീടിന്റെ അകത്ത് കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട മോനെ, ഭർത്താവ് തിരിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട് കുട്ടിക്ക്? നിങ്ങൾ പോയപ്പോഴുള്ളതിനേക്കാളും നല്ല അവസ്ഥയാണ് എന്നാ മറുപടി. അപ്പൊ ഭർത്താവ് വിചാരിച്ചത് പോയപ്പോ കുട്ടിക്ക് വല്ലാത്ത ക്ഷീണുണ്ടായിരുന്നു, ഒക്കെ മാറിയിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. പോയപ്പോഴുള്ള പ്രയാസം ഇപ്പോഴില്ല എന്ന് മറുപടി പറയാം. സത്യത്തിൽ മരിച്ചിരിക്കുന്നു. ആ മരണവാർത്ത ഒരട്ടഹാസത്തോടെ ആ പ്രിയപ്പെട്ട വിശ്വാസിനിയായ ഭാര്യ പ്രകടിപ്പിച്ചില്ല. ഭർത്താവിന് ആഹാരവും ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വരുന്ന ഭർത്താവിന് എല്ലാ സൗകര്യങ്ങളും അവർ ഒന്നിച്ച് കുടുംബജീവിതം വരെ നയിച്ച് കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം ഭർത്താവിനെ വിളിച്ചിരുത്തിയിട്ട് പറയണം, നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ കുറച്ച് കൂടുതലായി വന്നാൽ പാത്രം തികയാതെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയൽപ്പക്കത്തുനിന്ന് തൽക്കാലം വായ്പയായി 2-3 പാത്രങ്ങൾ വാങ്ങും. ആ പാത്രം വിരുന്നുകാരി പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ടാകുമോ? ഭർത്താവിന്റെ മറുപടി, എനിക്കൊരു സങ്കടമല്ല, കാരണം നമുക്ക് ഉപകാരമാണല്ലോ അവരെടുത്ത് പാത്രം ഉണ്ടായതിനെ കൊണ്ട് കിട്ടിയത്. തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ സങ്കടമുണ്ടാവും? ഒരു ദുഃഖം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലെ നമ്മൾ ഇവിടെ ജനിച്ചു വീഴുമ്പോൾ, നമ്മൾ ഇവിടെ വിവാഹിതരാകുമ്പോൾ നമുക്കില്ലാതിരുന്ന ഒരു വിലപ്പെട്ട കനപ്പെട്ട സമ്മാനം പടച്ച റബ്ബ് നമുക്കൊരിക്കൽ നൽകുകയുണ്ടായി. ആ സമ്മാനം നൽകിയവനാരോ അവൻ തന്നെ ആ സമ്മാനം ഇന്ന് തിരിച്ചു വാങ്ങി. ഇത് പറഞ്ഞപ്പോഴാണ് എന്റെ കുട്ടി മരിച്ച വിവരാണ് ഈ പറയുന്നത് എന്ന് ഭർത്താവ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു തൽക്കാലമായി ഏൽപ്പിച്ച ആ വിലപ്പെട്ട കനപ്പെട്ട സമ്മാനത്തെ അള്ളാഹു തിരിച്ചെടുത്തുവെന്ന് ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട് പറയുമ്പോഴാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാവരും അവനിൽ നിന്ന് വന്നവരാണ്, അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഖബർ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സലാമുൻ അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബർ സന്ദർശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാന്തി സമാധാന സൗഖ്യങ്ങളും രക്ഷകളുമെല്ലാം ഉണ്ടായിരിക്കുമാറാവട്ടെ. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ബിക്കും ലാഹിഖൂൻ, നിങ്ങളോടൊപ്പം ഞങ്ങളും വന്നു ചേരുന്ന. അപ്പൊ നമ്മൾ സന്ദർശിക്കുമ്പോ പഠിച്ചോനെ ഈ ഗതി ഞങ്ങൾക്ക് വരുത്തരുത് എന്നല്ല ഖബറിടത്തിൽ പോയിട്ട് നമ്മൾ പറയുന്നത്. ഞങ്ങളും അവിടേക്ക് നാളെ വരുന്നവരാണ്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു വരുന്നവരാണ്, 1 മാസം കഴിഞ്ഞു വരുന്നവരാണ്, 1 വർഷം കഴിഞ്ഞു വരാനിരിക്കുന്നവരാണ്. തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ സമയമായാൽ, ഞങ്ങളുടെ ദിവസമായാൽ ബിക്കും ലാഹിഖൂൻ, നിങ്ങളുടെ ഓരത്തേക്ക് വന്ന് തൊട്ടടുത്ത ഖബറിൽ ഞങ്ങളും വന്നു ചേരുന്നതാണ്. അല്ലാതെ പടച്ചോനെ എന്നെ കാക്കണേ എന്നല്ല അവിടെയും പറയും. അതുകൊണ്ട് മരണം സത്യമാണ്, ഉറപ്പാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എണീറ്റ് എന്നിട്ട് എന്നോട് ചോദിക്കുക, അല്ല ഉസ്താദേ ഞാൻ ഹജ്ജിന് പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്ന മറുപടി, ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രം. ഉറപ്പ് പറയാനാവില്ല എന്നേ നമുക്ക് മറുപടി പറയാൻ പറ്റൂ. കാരണം ഒരുപാട് നടപടിക്രമങ്ങളാണ്. എന്നാൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ ഒരാൾ മുതൽ ചെറിയ ഒരു കുട്ടി വരെ എണീറ്റ് നിന്ന് ഞാൻ മരിക്കുമോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു പേര് വരാണ്ട്, അത് മയ്യിത്ത് എന്നാണ്. സഹോദര, അനിവാര്യമായി നിർബന്ധമാണ്. അള്ളാഹു അത് നിശ്ചയിച്ചിരിക്കുന്നു. നമ്മൾ എങ്ങനെ ഓടി ഒളിച്ചാലും എന്ത് രക്ഷാമാർഗം അവലംബിച്ചാലും ഇല്ല, രക്ഷപ്പെടില്ല. എന്തൊരു സൂക്ഷ്മത, എന്തൊരു ശ്രദ്ധയും, ആരോഗ്യത്തെ വരെ ഭക്ഷണക്രമത്തിൽ വരെ ശ്രദ്ധിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നവരാണ് നമ്മൾ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്,
നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ വന്നുകൊണ്ട് മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും അവിടെയും വന്നുകൊണ്ട് സഹോദരാ സഹോദരി മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ പറയാം, അല്ല പറയാം. അതുകൊണ്ട് ജീവിതം തന്നവൻ പറയാം. വാങ്ങുന്ന എല്ലാ സാധനവും തിരൂരങ്ങാടി പോയി വാങ്ങുമ്പോൾ ഇതിന് എത്ര കൊല്ലത്തെ ഗ്യാരണ്ടിയാണ്? ഇത് 2 കൊല്ലം 3 കൊല്ലമുള്ളതുണ്ടോന്നാ, 4 കൊല്ലമുള്ളതുണ്ടോ? അങ്ങനെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി, ഏറ്റവും കൂടുതൽ ദീർഘിച്ച ഈട് നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉള്ള സാധനമാണ് ഇപ്പം വില കൂടിയാലും നമ്മൾ വാങ്ങുക. അങ്ങനെ വാങ്ങിപ്പോരുന്ന നമുക്കെന്ത് ഗ്യാരണ്ടിയാണ്? ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവനാണ് നമ്മളെന്ന ഓർമ്മ നമുക്കുണ്ടാവണം. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമ്മളാണ് നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചത്, മരണം തീർച്ചപ്പെടുത്തിയത്, മരണം വിധിച്ച് കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയത്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മളെ പരാജയപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടാവുകയില്ല. നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും ഇല്ല. പടച്ച റബ്ബിന്റെ ഈ വിധി തട്ടിമാറ്റാൻ, ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. നോക്കൂ, നിങ്ങൾ ഈ ഒരു ഓർമ്മ മരത്തിൽ കയറുമ്പോൾ കയറുന്ന ആളെക്കാളും കൃഷ്ണരൊക്കെ താഴെ ചവിട്ട് പിടുത്തം ഒക്കെ ശ്രദ്ധിച്ചു നോക്കണം. കിണറ്റിലിറക്കും മോനെ ശരിക്കും പിടി, എല്ലാം ശ്രദ്ധിക്കണം. എത്രത്തോളം വാഹനം ഓടിക്കുമ്പോൾ പിറകിലിരിക്കുന്നവർക്കാണ് കൂടുതൽ കൃഷ്ണ. അതാ വേറൊരു വാഹനം വളരെ ശ്രദ്ധയാണ്. മാത്രല്ല ഭക്ഷണത്തിൽ വരെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, എന്നാലും ആ മരണത്തിന്റെ ലഹരി, ആ മരണവേദന സഹോദരാ സഹോദരി നിനക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതാണ് ഒഴിഞ്ഞു മാറി മെല്ലെ രക്ഷപ്പെട്ട് നീ ഇങ്ങനെ തന്ത്രപൂർവ്വം ശ്രദ്ധിച്ച് കാത്തുകൊണ്ടിരുന്ന ഒന്ന്, അതാണ് ഇപ്പോൾ നിന്റെ അടുക്കലേക്ക് വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മരണം ഒടുക്കമല്ല, തുടക്കമാണ്. ഒടുക്കം മാത്രമല്ല, അത് തുടർച്ച കൂടിയാണ്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. മരണം ഒരു കവാടമാണ്, ഒരു കവാടമാണ്, ഒരു വാതിലാണ്. വകുല്ലു നാസി ദാഖിലുഹു, എല്ലാ ആളുകളും ആ കവാടത്തിലൂടെ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഒരു വീട് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വാതിൽ തുറന്ന് അകത്ത് കിടക്കലാണ്. മരണമാണ് പരലോകത്തേക്കുള്ള കവാടം. പ്രശ്നമല്ല, ആ മരണാനന്തരം എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാനൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മനുഷ്യന്റെ ആശങ്കയാണ്. നാം മരണം വരെ ലക്ഷ്യം തെറ്റി ഓടിയാലും, എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്താലും, അധാർമിക പ്രവണതകളിൽ മുഴുകി ജീവിച്ചാലും, എങ്ങനെയൊക്കെ പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചാലും മരണശേഷം ഒരിഞ്ച് പടച്ച റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന് തെറ്റാൻ നമുക്ക് സാധ്യമല്ല. പൂർണ്ണമായും മരണത്തോടെ പടച്ച റബ്ബ് നമ്മളെ ഏറ്റെടുക്കുക. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാല് രണ്ട് ഉയർന്ന വഴികളാണ് നമുക്കവൻ കാണിച്ചു തന്നത്. 2 ഉയർന്ന വഴി, ഹക്കിന്റെ വഴിയും ബാത്തിലിന്റെ വഴി, ഖൈറിന്റെ വഴിയും ഷർറിന്റെ വഴിയും. ഈ 2 വഴിയും കുഫറിന്റെയും ഈമാനിന്റെയും വഴി കൃത്യമാണ്, വ്യക്തമാണ്. ഹലാലും ഹറാമും വ്യക്തമാണ്. മനുഷ്യന്റെ മനസ്സ് രണ്ടും ബോധനം നൽകുകയാണ്. ഫുജൂറും തോന്നും, തഖ്വയും തോന്നും. ആരാണോ തഖ്വ തെരഞ്ഞെടുത്തതെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ സംശുദ്ധനായിരിക്കുന്നു. പറയാം. അതുകൊണ്ട് നമ്മൾ എങ്ങനെ മരണം വരെ ലക്ഷ്യം തെറ്റി ഓടിയാലും മരണശേഷം ഒരിഞ്ച് തെറ്റി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. സഹോദര, ഓർമ്മ വേണം ഈ ലോകത്തോട്. അവനെ വെറുതെ എങ്ങോട്ട് വിടപ്പെടുമെന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ജീവിച്ച് കുറെ കാലം, പിന്നെങ്ങനെ ഭക്ഷണം കഴിച്ചു കുട്ടികളും മക്കളും ഒക്കെ ആയി, പേരക്കുട്ടികളായി, അങ്ങനെ വല്യപ്പയായി, ഒഴിവാക്കാൻ പറ്റാത്ത കാരണവരായി, അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു മാറ്റപ്പെടും എന്ന് സഹോദരാൻ വിചാരിക്കുന്നുണ്ടോ?
വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ല ഹയ്യ് വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ. നല്ലൊരു കവിതാശകൻ. മരണശേഷമെങ്ങാനും നമ്മളെ വെറുതെ വിടപ്പെടുമായിരുന്നുവെങ്കിൽ ലകാനൽ മൗതു റാഹത കുല്ല ഹയ്യ്, ജീവിതത്തെക്കാളും ഉത്തമം സമാധാനം റാഹത്ത് മരിച്ചു പോകലാകുമായിരുന്നു. മരണശേഷം വിചാരണയൊന്നുമില്ല, ഉയർത്തെഴുന്നേൽപ്പൊന്നുമില്ല, പടച്ചോന്റെ ചോദ്യം ചെയ്യലൊന്നുമില്ലെങ്കിൽ മരിക്കലൊരു സുഖാണ്. അല്ലേ അല്ല, വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, പക്ഷേ കാര്യം അങ്ങനെയല്ല സഹോദരാ. നമ്മൾ മരിച്ചുപോയാൽ ബുഇസ്നാ, നമ്മളെ പടച്ച റബ്ബ് ഉയർത്തെഴുന്നേൽപ്പ് നടത്തും. വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ, ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യവും പടച്ച റബ്ബ് കൃത്യമായിട്ട് നമ്മളോട് ചോദിക്കും. ഇവിടെ ആമുഖത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ടും ഉദ്ഘാടന ഭാഷണം നടത്തിക്കൊണ്ടും പ്രഗത്ഭരായ പണ്ഡിതന്മാർ സംസാരിച്ചത് വല്ലാതെ ശ്രദ്ധേയമായി. കാരണം നമസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യും. സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം. അതായത് നമസ്കാരത്തെക്കുറിച്ച് പടച്ച റബ്ബ് ചോദിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? 7 വയസ്സ് മുതൽ, വേണ്ട 10 വയസ്സ് മുതൽ, സമാധാനത്തിന് വേണ്ടി പറയട്ടെ ഒരു 15 മുതൽ ഒരൊറ്റ വക്ത് നമസ്കാരം ഇന്ന് വരെ ഒഴിവാക്കിയിട്ടില്ല എന്ന ധൈര്യസമേതം പറയാൻ കഴിയുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ഒന്നാമത്തെ ചോദ്യം നമസ്കാരം അപകടമാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് 10 കൊല്ലം മാറാ രോഗം ബാധിച്ച് വളരെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു രോഗി മരിച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ആളുകൾ പറയും അയാളെ ദുരിതം തീർന്നല്ലോ എന്നാണ്. കാരണം ഇനി ആ വേദനയും പ്രയാസങ്ങൾക്ക് അനുഭവിക്കേണ്ട അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ അയാൾ തിന്മ ചെയ്തവനായിരുന്നുവെങ്കിൽ അയാളുടെ ദുരിതം അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അവിടെയാണ് മരണം ഒടുക്കമല്ല തുടക്കമാണ്, തുടർച്ചയാണ് എന്ന വിഷയത്തിന്റെ പ്രസക്തി. അയാളുടെ ദുരിതം ആരംഭിക്കുകയാണ്. മൗത്തുൽ ഫുജ്അതി റാഹത്തുൽ ലിൽ മുഅ്മിൻ വഅഖദതു വസഫിൻ അലൽ കാഫിർ. അല്ലാഹു റസൂൽ പറയാണ്, പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് റാഹത്താണ് എന്നാണ്. റാഹത്ത് എങ്ങനെ? ഒരു വിശ്വാസിക്ക് പെട്ടെന്നുള്ള മരണം റാഹത്തല്ല. വിശ്വാസിക്കറിയാം ഇന്നെ ഞാനുള്ളൂ, നാളല്ല. ഒന്നും നീട്ടിവെച്ചിട്ടില്ല. അതുകൊണ്ട് ചെയ്യാനുള്ള എല്ലാ ഇടപാടും പടച്ച റബ്ബുമായുള്ള എല്ലാ ബാധ്യതകളും ഇബാദത്തുകളും ഒക്കെ സമയബന്ധിതമായി ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ തന്നെ മരിച്ചാലും പ്രശ്നമല്ല. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് പെട്ടെന്ന് മരണം വന്നെത്തിയാലും അത് റാഹത്താണ്, വിജയമാണ്, സമാധാനമാണ്. പെട്ടെന്നുള്ള മരണം ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമാണ്, ഏറ്റവും വലിയ കഷ്ടമാണ്. കാരണം എന്താ അറിയാം? മൂപ്പര് ഒന്നും ഒരുങ്ങിയിട്ടില്ല, ഒന്നും തയ്യാറാക്കിയിട്ടില്ല, ഒന്നും മൂപ്പര് പ്രതീക്ഷിച്ചില്ല, പെട്ടെന്നാണ് മരിച്ചു. ഹജ്ജ് അതൊക്കെ അവസാനമാകാം, സക്കാത്ത് ഒന്നിച്ചു കൊടുക്കാം, പിന്നെ നിസ്കാരാണ്, അതൊക്കെ നമുക്ക് അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ ശരിയാവും എന്നൊക്കെ വിചാരിച്ചൊക്കെ മൂപ്പര് പിന്നിക്കിട്ടൂല. അങ്ങനെയുള്ള ആൾക്ക് ഒന്നിനും കഴിയാതെ മരിച്ചു പോകേണ്ട ഘട്ടം അവസരമാണ് വരാനിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ദുനിയാവ് ഒന്ന് ഗൗരവത്തിൽ കാണണം. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്ക് പോകാനിരിക്കുന്ന നമ്മൾ അറിയുക, മരണശേഷമുള്ള ജീവിതം സുഖകരമാവണമെങ്കിൽ മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തെ പരലോകത്തേക്കുള്ള കൃഷിയിടമായി നമ്മൾ കാണണം. കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കൃഷി ചെയ്ത് ഇവിടെ വിതച്ച് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിരിക്കണം. കൊയ്തെടുക്കുന്നത് അവിടെ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണവൻ. പ്രതിഫലം കൊടുക്കുന്ന നാള് വരുന്നുള്ളൂ, അവിടെയാണ് ഇതിന്റെയൊക്കെ വിളവെടുപ്പുള്ളത്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി എന്ത് തന്റെ കണ്ണടയുന്നതിന് മുമ്പ് തനിക്ക് ചെയ്യാനാകുമോ
വളരെ ഭക്തിയോടെ പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് മാത്രമല്ല, ഈ ചരിത്രം നിങ്ങളുമായി ബന്ധമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അറിവ് കൊണ്ട് അനുഗ്രഹീതനായ പണ്ഡിതനായിരുന്നു. അള്ളാഹുവിന്റെ ധാരാളം പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. അവസാനം പ്രമേഹം പോലുള്ള മാരകമായ രോഗം ബാധിച്ച് വൈദ്യന്മാര് പറഞ്ഞു, നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റിയാലേ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ കാല് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. കാല് മുറിച്ചു മാറ്റേണ്ട ദിവസം, ഓപ്പറേഷൻ നടത്തേണ്ട ദിവസം. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ബോധം കെടുത്താനുള്ള മരുന്നുമായിട്ട് വൈദ്യന്മാര് വരിക. അദ്ദേഹം പറഞ്ഞു, ബോധം കെടുത്താനുള്ള മരുന്ന് എനിക്ക് വേണ്ട. രണ്ട് കാരണം. ഒന്ന്, അക്കാലഘട്ടത്തിൽ ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന ലഹരി ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, ബോധം കെടുത്തിയാൽ എന്റെ പടച്ച റബ്ബിനെ ഓർക്കാതെ ജീവിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും എനിക്കെന്റെ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ഇവിടെ കഴിയുക സാധ്യമല്ല. അതുകൊണ്ട് ബോധം കെടുത്താതെ, അനസ്തിഷ തരാതെ നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ, വേദന ഞാൻ സഹിച്ചോളാം. മറ്റത് ബോധം ഉണ്ടാവില്ല, എനിക്ക് പടച്ചോനെ ഓർക്കാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. മഹാനായ പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ അദ്ദേഹത്തിന്റെ കാല് മുറിക്കുക. ഈമാൻ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് അനസ്തിഷ വേണ്ട എന്ന് പറഞ്ഞ് കാല് മുറിക്കാൻ വേണ്ടി പറഞ്ഞു. ഡോക്ടർ കാല് മുറിച്ചെടുത്തു. കാല് മുറിച്ചെടുത്തിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടപ്പിക്കുക. അവസാനമായി അദ്ദേഹം പറഞ്ഞു, എനിക്കെന്റെ ആ മുറിച്ചെടുത്ത കാലൊന്ന് കാണണം, പ്രിയപ്പെട്ട എന്റെ ആ മുറിച്ചു മാറ്റിയ കാലൊന്ന് കാണണം. ശരി, അവസാനമായി കാണാൻ പൊതിഞ്ഞ ആ കാലൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. ആ സമയത്ത് ചോരയിട്ട് വീഴുന്ന ആ കാലിനെ നോക്കിക്കൊണ്ട് മഹാനായ പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ പ്രിയപ്പെട്ട കാലേ, നീ സ്വർഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് എന്റെ അവയവമായ എന്റെ പ്രിയപ്പെട്ട കാലേ, നീ എനിക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് ഇതാ യാത്രയായിരിക്കുന്നു. കാലിനെ നോക്കി പറയാൻ, നീ സ്വർഗത്തിലേക്ക് പോകുക. നിന്നെ ഉപയോഗിച്ചുകൊണ്ടൊരു പാപത്തിലേക്കും ഒരു ഹറാമിലേക്കും ഒരു തിന്മയിലേക്കും ഒരു തെറ്റിലേക്കും ഞാൻ നടന്നു പോയിട്ടില്ല കാലേ. സ്വന്തം കാല് നോക്കി പറയാൻ. രാവും പകലും മഴയും വെയിലും വകവെക്കാതെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമസ്കാരത്തിന് വേണ്ടിയാണ് നിന്നെ ഉപയോഗിച്ചുകൊണ്ട്, നിന്റെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ട് ഞാൻ പോയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പ്രിയപ്പെട്ട കാലേ നിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട്. അല്ലാതെ ഒരു തിന്മയിലേക്കും പോയിട്ടില്ല. ധൈര്യമായിട്ട് പോയിക്കോ, സ്വർഗത്തിലേക്കാണ്. തൊട്ട് പിന്നാലെ ഞാൻ വരും എന്ന് പറയാണ് കാലിന്. അന്ന് രാത്രി അദ്ദേഹം ആ കാല് മുറിച്ചു മാറ്റിയ രാത്രി വേദന കൊണ്ട് പിളയും. നാഥാ, നീ എത്ര കാരുണ്യവാനാണ്. കാരണം ഇത്ര കാലം വരെ എത്ര അവയവം നീ എനിക്ക് നൽകി, അതിൽ നിന്ന് ഒരു കാല് മാത്രമല്ലേ നീ തിരിച്ചെടുത്തുള്ളൂ. നീ എത്ര കൃപയുള്ളവനാണ്, നീ എത്ര കാരുണ്യവാനാണ്. ഒരു കാല് മാത്രമല്ലേ തിരിച്ചെടുത്തത് എന്ന് അദ്ദേഹം അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് പറയാൻ. നോക്കൂ നിങ്ങൾ, നമുക്ക് പറയാനാകുമോ? നമ്മുടെ കാലുകളെ നോക്കി, നമ്മുടെ കൈകളെ നോക്കി, ഞാനൊരു ഹറാമും ഒരു തിന്മയും അനർഹമായ ഒരു രൂപ പോലും ഞാൻ ഈ കൈ കൊണ്ടെടുത്തിട്ടില്ല എന്ന് പറയാൻ, അവിഹിതമായ ഒന്നിനും ഞാൻ ഒപ്പുവെച്ചിട്ടില്ലെന്ന് പറയാൻ, അധാർമികമായോ അനിസ്ലാമികപരമായോ അല്ലെങ്കിൽ അഴിമതിപരമായോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കൈ നോക്കി നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ കാലുകളെ നോക്കി ഹറാം പറയാനോ ഹറാമ് ചെയ്യാനോ നടന്നു പോയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? എന്റെ കണ്ണുകൊണ്ടൊരു അശ്ലീല പോസ്റ്ററിലേക്ക്, ഒരു അനാവശ്യത്തിലേക്ക് നോക്കിയിട്ടില്ല, ഒരു സ്ക്രീനിലേക്കും ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയാൻ നമ്മുടെ കണ്ണിനെ നോക്കി നമുക്ക് പറയാനാകുമോ? വേറെ ആരോടും പറയണ്ട, നമ്മുടെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ചോദിക്കുക. ഗീബത്തും നമീമത്തൊക്കെ വിശ്വാസമില്ലാത്തവരൊക്കെ പറയും.
പക്ഷേ അങ്ങനെയുള്ള സദസ്സുകളിൽ ഞാൻ ഹാജരായിട്ടില്ല, ഞാനത് കേൾക്കാറില്ല, അതിന് സാക്ഷിയാകാറില്ല എന്ന് തന്റെ കാതിനെ നോക്കി പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മളാലോചിക്കുക. ഈ ജീവിതത്തിന്റെ ഈ പിശാചി വിരിച്ച കെണിയിൽ കുടുങ്ങി പരലോകം നഷ്ടപ്പെട്ടാൽ സഹോദര വീണ്ടെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണത്. കാരണം നാളെ പരലോകത്തെത്തിയാൽ മനുഷ്യന്റെ വിലാപം ഖുർആൻ ധാരാളം പറയുന്നുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ? ഞങ്ങൾക്കിവിടെ കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇനി ഞങ്ങൾ നല്ലവരായി തിരിച്ചു വന്നുകൊള്ളാം. പരലോകത്തെന്നാ പറയുന്നത്. ഇല്ല, അവസരമല്ല, അതൊക്കെ സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മളുടെ ഒന്നും സമയം കഴിഞ്ഞിട്ടില്ല, സമയം മുന്നിലുണ്ട്. കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുക. 3 കൂട്ടുകാരാണ് നമുക്കുള്ളത്. ഒരു കൂട്ടുകാരനും പറയും അന മഅക ഹയാതക, ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ ഉണ്ടാവും. അത് നമ്മുടെ മക്കളും കുടുംബങ്ങളും ഒക്കെ. വാപ്പങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാണ്ട, വാപ്പാക്ക് എന്ത് വന്നാലും ഞങ്ങൾ ഉണ്ടാകുന്ന ആൺകുട്ടികളും പറയും പെൺകുട്ടികളും പറയും എങ്ങനെ നോക്കണമെന്നോ, അത്ര കാതരവോടെ ബഹുമാനത്തോടെ. ഇതൊരു കൂട്ടുകാരനാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ നമ്മുടെ അക്കൗണ്ടാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ്. എവിടെ പോയാലും എടുക്കാവുന്ന പണം നമുക്കുണ്ട്, ഒരുപാട് ആധാരങ്ങൾ നമ്മുടെ പേരിലുണ്ട്. രണ്ടാമത്തെ നമ്മുടെ കൂട്ടുകാരൻ അതാണ്. മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നു അന മഅക ഹയ്യൻ വമയ്യിത, നീ ജീവിക്കുമ്പോഴും നീ മരിക്കുമ്പോഴും മരണശേഷവും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുന്ന. ആദ്യം പറഞ്ഞ 2 കൂട്ടുകാരും ജീവിതത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുള്ളത്, മക്കളും സമ്പത്തും. മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞതാണ് ഗൗരവം, അന മഅക ഹയ്യൻ വമയ്യിത, ഞാൻ നിന്റെ ജീവിതത്തിലും നീ മരിച്ചാലും ഖബറിലും പരലോകത്തും പടച്ച റബ്ബിന്റെ മുന്നിൽ വരുമ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, ഞാൻ നിന്നെ ഒഴിവാക്കൂലാണ്. ആരാണ് ആ കൂട്ടുകാരൻ? അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ്, നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളാണ്. കുടുംബത്തിനും സമ്പാദ്യത്തിനും ഓടുന്നതിനിടയിൽ യഥാർത്ഥ കൂട്ടുകാരനെ മറക്കാതിരിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. ഈ കുട്ടികൾക്കും മക്കൾക്കും കുടുംബത്തിനും, അതുപോലെ ഈ പണത്തിനും, അതുപോലെ തന്നെ ഭൗതികമായ സൗഖ്യത്തിനും നെട്ടോട്ട് ഓടുക. സുബഹിക്ക് പള്ളിയിൽ വരാൻ വരെ നേരല്ലാന്ന് മാത്രമല്ല, ജുമാക്ക് വരെ ഇഖാമത്ത് കൊടുത്തിട്ട് വരാനേ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ. അങ്ങനെ വന്നാൽ അപകടമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടി ഓടുന്നതിനിടയിൽ യഥാർത്ഥ കൂട്ടുകാരനാകുന്ന അമലുകളെ സമ്പാദിക്കുന്നതിൽ നമുക്ക് സമയം ലഭിക്കണം. അതാണ് ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകുക. മരണചിന്തയുള്ളവർക്ക് കർമ്മനിരതരാവാൻ കഴിയും. ഖബറിൽ കൂടെ കഴിയാനുള്ളത് മക്കളല്ല, സമ്പാദ്യമല്ല, നമ്മുടെ അമലുകളാണ്. എല്ലാവരും തിരിച്ചുപോയും 100 പവൻ ഉണ്ടായിരുന്ന സഹോദരിക്ക് 1 ഗ്രാം പോലുമില്ലാതെ 3 കഷ്ണം തുണി മാത്രം പൊതിഞ്ഞ്. ഖബറിങ്ങനെ കാണാൻ പറ്റിയാലൊന്ന് കാണണം കിട്ടും. ഖബർ കാണാൻ പറ്റിയാൽ ഇങ്ങനെ ഒരു വലിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് തോന്നുക, നിങ്ങൾ സൗകര്യപ്പെട്ടാൽ നമ്മളെ ഈ ശ്മശാനത്തിലുള്ള കുഴിച്ചിട്ട ഖബറാണെങ്കിലും സഹോദരിമാരെ ഒന്ന് കാണാൻ പറ്റിയാൽ നന്നായിരുന്നു. കാരണം ഇങ്ങനെ കണ്ടാലേ പടച്ചോനെ ഇതാണ് എനിക്കുള്ള ഭവനം. ആരാണ് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഈ മാളങ്ങളിൽ എങ്ങനെയാണ് ഇപ്പൊ എലികളും പെരുച്ചാഴികളും ഒക്കെ പാമ്പുകളൊക്കെ ജീവിക്കുന്നത്? അതിലൊക്കെ വെള്ളം കയറുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം ആളമാം സുബ്ഹാന ജല്ല, അതിൽ കിടക്കേണ്ടതാണത് മാന. 40ാമത്തെ വയസ്സിലാ പെരവെക്കുക, കുടിയിരിക്കുമ്പോ 50ാമത്തെ വയസ്സ്, പിന്നെ 20ഓ 15ഓ കൊല്ലാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇങ്ങോട്ട് തന്നെ പണി പൂർത്തിയായിട്ടില്ല, മരിക്കോളോ ഇങ്ങോട്ടും പണി ബാക്കിയാണ്. ഇനിയൊരു അടുക്കളയും കൂടി ഇറക്കിയെടുക്കണം എന്ന് വിചാരിക്കുക. ഇതിന്റെ ഇടയിലാണ് മരിച്ചു ചെന്ന് നോക്കുമ്പോഴുള്ള വീട് കണ്ടോ, ഒരു തരി സിമന്റ് ഇല്ലാതെ, മണലില്ലാതെ, ഒരു വിരിപ്പില്ലാതെ, ഒരു പായയില്ലാതെ, ഒരാൾ തേങ്ങാച്ചോറ്, പിന്നെ അതിന്റെ ഇടയിൽ കുറെ വേറെ വിഭവങ്ങളൊക്കെ കഴിച്ച ശരീരം കാത്തിരിക്കല്ലേ അവിടുത്തെ ആൾക്കാർ. നമ്മളൊന്ന് ആലോചിച്ച് നമ്മളാണ് ആ ഖബറിൽ ഇങ്ങനെ കാലാകാലം ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞു കൂടേണ്ടി വരികയാണ്. സഹോദര, ഇത് സത്യം.
അങ്ങനെ ആ ഖബറൊന്ന് കണ്ടാൽ തന്നെ ശരിക്കും ഈമാൻ ഉണ്ടാവും. അതൊക്കെ നമുക്കുള്ള അവസ്ഥയാണല്ലോ, ഞാൻ പോയി കിടക്കേണ്ട വീടാണല്ലോ എന്ന ഓർമ്മ നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ മന്ത്രിക്കും. അതുകൊണ്ട് സൗകര്യപ്പെട്ടാൽ ഖബറൊന്ന് സന്ദർശിക്കുക, ഖബറൊന്ന് കാണുക, എന്താണ് അവസ്ഥ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഘട്ടം നമുക്കുണ്ടെങ്കിൽ ആ ഖബറിൽ ഒരു മണവാളൻ മണിയറയിൽ കിടന്നിറങ്ങുന്ന പോലെ കിടക്കാൻ ഭാഗ്യം ലഭിക്കണമെങ്കിൽ നമുക്ക് സൽക്കർമ്മം ഉണ്ടാവണം. അതുകൊണ്ട് കൃത്യമായ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, അള്ളാഹു ഏൽപ്പിച്ച സക്കാത്ത്, ഇതിലൊക്കെ കൃത്യത പാലിച്ച് ഖുർആനുമായുള്ള ബന്ധം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ അടുത്തറിഞ്ഞ് ജീവിതം ആ രൂപത്തിൽ ചിട്ടപ്പെടുത്തി ആ ലോകത്ത് വിജയിക്കാൻ, മരണാനന്തരം നമുക്ക് വിജയിക്കാൻ സഹോദരങ്ങളെ ആവണം, സാധിക്കണം. ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ബഹുമാന്യനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നന്മകളും ചെയ്തുകൊണ്ട് വിജയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് ആ ജനകീയനായ പ്രവർത്തകൻ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഓർമ്മപ്പെടുത്തിയപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഭരണം നടത്തിയിരുന്ന അന്ന് ഉണ്ടായ ഒരു ചരിത്രമാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്നു മദീനയിൽ ഒരു ചെറിയ കൂരയിൽ ഒരു വൃദ്ധ സ്ത്രീ വല്യമ്മ താമസിക്കുന്നു. മക്കളില്ല, കുടുംബങ്ങളില്ല, ഉറ്റവരും ഉടയവരുമില്ല. അങ്ങനെ ആ കുടിലിൽ തളർന്ന ശരീരവുമായി അവിടുത്തെ ആ കുടിലിൽ ആ വയോവൃദ്ധയായ വല്യമ്മ രാവും പകലും തള്ളി നീക്കുകയാണ്. കണ്ണും കാതും നശിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വല്യമ്മണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ വല്യമ്മ സഹായിക്കണം എന്ന് കരുതി അതിരാവിലെ നേരത്തെ ആ കുടിലിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു എത്തുന്നതിന്റെ മുമ്പ് തന്നെ അവ്വൽ സുബഹിക്ക് ആരോ അവിടെ വന്ന് ആ വല്യമ്മക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ സഹായിച്ച് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് വിരിപ്പൊക്കെ മാറ്റി എല്ലാം ചെയ്തു വെച്ച് തിരിച്ചു പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടാതെ മടങ്ങിപ്പോയി. അത്ഭുതപ്പെട്ടു ഉമർ റളിയല്ലാഹു അൻഹു, ആരായിരിക്കും ഇത് ചെയ്തിരിക്കുക? പിറ്റേന്ന് വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചും കൂടി നേരത്തെ പുറപ്പെട്ടു, ഇന്നെങ്കിലും എനിക്കതിന് അവസരം കിട്ടണം. പക്ഷേ അന്നും ആ അത്ഭുത കാഴ്ച കണ്ടു. എന്നേക്കാൾ മുമ്പ് ആരോ ഇതൊക്കെ വന്ന് ചെയ്ത് ആ പുണ്യം വാങ്ങി തിരിച്ചുപോയി. മൂന്നാമത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഒന്ന് പതുങ്ങിപ്പോയി ഒളിച്ചിരുന്നിട്ട് ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോ ഇരുട്ടിന്റെ മറവിൽ മുണ്ടിട്ട് പോകുക എപ്പോഴാന്നിപ്പോ നമുക്കൊക്കെ അറിയാലോ. സാധാരണ നല്ലത് ചെയ്തോലോ, നല്ലത് ചെയ്യാൻ പോകുന്നവരോ അല്ല, അപമാനം കൊണ്ട് പ്രയാസമുള്ള ആളുകളും കുറ്റവാളികളൊക്കെ. പക്ഷേ അതാ ഒരാൾ ആ വഴി മറച്ചു പിടിച്ച് ഇരുട്ടിന്റെ മറവിൽ മുഖം വ്യക്തമല്ലാത്ത രൂപത്തിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആള് അറിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ പോകുന്ന ആളെ പിന്നാമ്പറത്തോട് ചെന്ന് ഒരൊറ്റപ്പെടുത്താം പിടിച്ചിട്ട് ആ മുഖം ഒന്നിങ്ങോട്ട് കാണാൻ വേണ്ടി നോക്കുമ്പോ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്ചര്യവും ആനന്ദവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ, താങ്കൾക്കല്ലാതെ എന്നെ ഈ രംഗത്ത് തോൽപ്പിക്കാനാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും കാണാതെ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആളാരാണ് കണ്ടിട്ട് പറയാന്ന് വിചാരിച്ചതാണ്. നോക്കൂ നിങ്ങൾ, മത്സരമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തെക്കുറിച്ച് സത്യപ്പെട്ട അല്ലെങ്കിൽ നേർക്കുനേരെ സത്യസന്ധരായി അത് ബോധ്യമായ ആളുകളുടെ ജീവിതമാണ് ഈ കാണാൻ സാധിക്കുന്നത്. അവർക്കിത് ബോധ്യപ്പെട്ടു എന്നാണ്, അവർ സത്യപ്പെടുത്തിയവരാണ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ എല്ലാ നല്ല കാര്യങ്ങളിലും എല്ലാ നന്മകളിലും മത്സരിക്കുന്നവരായിരുന്നു. ആ മത്സരാണ് ഇപ്പൊ ഈ രണ്ട് ഖലീഫമാർക്ക് ഇടയിൽ നമ്മൾ കണ്ടത്.
സഹോദരങ്ങളെ, മരണം സത്യമാണ് നമുക്കൊക്കെ ബോധ്യമായി. ഈ മരണസമയത്തൊരു ബേജാറും പ്രയാസവും വേദനയൊക്കെ ഉണ്ടാവുമെന്നാണ് വിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചത്. ഒറ്റ ആയത്തുകളെ ശ്രദ്ധിക്കുക. ഈ മരിക്കണ സമയത്തുള്ള മനുഷ്യന്റെ മുമ്പിൽ ഒന്ന് ദുഃഖമാണ്. ദുഃഖം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീടും ഈ കുടുംബവും ഈ നാടും ഈ സുഹൃത്തുക്കളൊക്കെ വിട്ട് വേർപിരിഞ്ഞ് പോവുകയാണല്ലോ എന്നുള്ള ദുഃഖം. കാരണം എന്റെ മകളില്ലാതെ ഞാൻ എവിടേക്കും പോകാറില്ല. ഇപ്പൊ ഒറ്റക്ക് പോവുക, ആ ദുഃഖമാണ്, വേർപാടിന്റെ വേദന. രണ്ടാമത്തേത് പേടിയാണ്. പേടി എന്താന്ന് വെച്ചാല് പടച്ചോനെ ഇങ്ങനെ സൗകര്യമുള്ള ഈ ചുറ്റുപാടിൽ നിന്ന് എന്നെ കൊണ്ടുപോയി വെക്കുന്നത് നേരത്തെ ഞാൻ ആ പറഞ്ഞ കബറിലാണ്. ആ കബറിൽ പോയാൽ എനിക്ക് ആരുണ്ടാവില്ല? ഭീകരമായ രൂപങ്ങളും ഭീകരമായ കോലങ്ങളുമെല്ലാം പ്രത്യക്ഷപ്പെടുകയാണ് കബറിൽ. തിന്മ ചെയ്ത ആളിന്റെ കബറിന്റെ അവസ്ഥ മാത്രമല്ല, കൂരിട്ടാവരണം ചെയ്ത ആ കബറ് അയാളുടെ വാരിയല് പൊട്ടുമാറ് അയാളെ ഞെക്കുകയാണ്. ഇയാളിങ്ങനെ ഈ ഭീകര കോലങ്ങളോട്, കബറിൽ വന്ന ഭീകര രൂപങ്ങളോട് പറയും, എന്നിൽ നിന്ന് മാറിയെന്ന് പറയും. അപ്പൊ ഈ ഭീകര രൂപം പറയും, ഞാൻ എവിടേക്ക് പോകാനാ? നീ കുടിച്ച കള്ളാണ്, നീ ചെയ്ത തിന്മയാണ്, നീ ചെയ്ത വേണ്ടാവൃത്തികളാണ്, അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് സാധ്യമല്ല, ഇത് നിന്റെ കൂടെ തന്നെയാണ്, നീ അനുഭവിക്കുമെന്ന് പറയുന്ന. അങ്ങനെ അയാൾ കബറിൽ അയാൾ വല്ലാതെ വേദന സഹിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ദുഃഖമുണ്ട്, പേടിയുണ്ട്. ഇതാണ് മരിക്കുന്ന ആളെ മുമ്പുള്ള രണ്ട് പ്രതിസന്ധി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. എന്താണ് ആയത്തിന്റെ ആശയം? ഞങ്ങളുടെ രക്ഷിതാവ് തീർച്ചയായും അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ നേരെ സുഖിന ജീവിതം നയിക്കുകയും ചെയ്തവരാരോ അവർ മരിക്കാൻ കിടക്കുമ്പോൾ അവരുടെ കട്ടിലിന്റെ അടുക്കലേക്ക്, അവരുടെ റൂമിലേക്ക് അവരുടെ മക്കളും ബന്ധുക്കളുമെല്ലാം മാറ്റി നിർത്തപ്പെട്ട നിലയിൽ അവരുടെ അടുക്കലേക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്ന, മലക്കുകൾ ഇറങ്ങി വരുന്ന. സാധാരണ രോഗം വന്നാൽ വേഗം വണ്ടി വിളിച്ച് മക്കളും കുട്ടികളൊക്കെ തിരൂരത്തെ ഒരു പ്രാഥമിക ആശുപത്രി കൊണ്ടുപോയി പറയുന്നത് നേരെ വലിയ ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ പറഞ്ഞ് എവിടേക്കും കൊണ്ടുപോണ്ട, വീട്ടിക്ക് കൊണ്ടുപോയി. അങ്ങനെ മടക്കി കൊണ്ടുവന്നിട്ടാണ്. വീട്ടിക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മക്കളൊക്കെ വിലപിക്കുകയാണ്. ഈ പാപ്പാന്റെ അല്ലെങ്കിൽ ഉമ്മാന്റെ ഈ മരിക്കാൻ കിടക്കുന്ന ആളുടെ വേദനയിൽ പങ്കുകൊള്ളാൻ കഴിയാതെ പ്രയാസമാണ്. ഈ മരണവേദന എന്നുള്ള ഒന്ന് സത്യത്തിലേ, കാരണം ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. വന്നാസിയാതി ഗർഖാ വന്നാശിതാതി നശ്താ. ശരീരത്തിന്റെ അയാളുടെ രക്തവും മാംസവും മജ്ജയുമുള്ള നഖത്തിന്റെയും മുടിയുടെയും പല്ലിന്റെയും എല്ലിന്റെയും ഉള്ളിലേക്ക് വരെ മുഴുകി പ്രവേശിച്ചുകൊണ്ട് അയാളുടെ റൂഹിനെ, ആത്മാവിനെ ഊരിപ്പിടിക്കുന്ന, വലിച്ചെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അല്ലാതെ ഒരു ഭാഗത്തുനിന്നും പിടിക്കല്ല. മുടി, എല്ല്, പല്ല്, നഖം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തു നിന്നും മുഴുകി പ്രവേശിച്ചുകൊണ്ട് അവിടേക്കെല്ലാം ഊളിയിട്ടിറങ്ങിക്കൊണ്ട് പ്രവേശിച്ച് മലക്കുകൾ റൂഹിനെ പിടിക്കുന്ന വേദന വല്ലാത്ത വേദനയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ആ വേദന സഹിച്ചുകൊണ്ട് ഇങ്ങനെ പടയാണ്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ്. ആ വേദന സഹിക്കവയ്യാതെ മനുഷ്യൻ വിലപിക്കുകയാണ്. ആരെങ്കിലും തങ്ങളെ രക്ഷപ്പെടുത്താനുണ്ടോ? ആരെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടോ? അവിടെ വെച്ചിങ്ങനെ വിലപിക്കുകയാണ്. ഇല്ല, ആരും വരുന്നതാണ്. അല്ല, ആരിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കണങ്കാലിനോട് വേദന സഹിക്കവയ്യാതെ ചേർത്തി കൂട്ടിപ്പിടിച്ചുരസുകയാണ്. ഇത് തന്റെ വേർപാടിന്റെ സമയമാണ്, നിമിഷമാണെന്ന് അയാൾക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്. അത്ര വലിയ വേദന ഉണ്ടായിട്ട് എന്റെ മക്കളെ എവിടേക്കും കൊണ്ടുപോകണില്ലല്ലോ എന്നാണ്. കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു. ഇത് മരണവേദനയാണ്.
ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. ഇനി എവിടേക്കും കൊണ്ടുപോകേണ്ടതില്ല, പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ സമയമായിരിക്കുന്നു. ഇനി പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ റെഡി കൊള്ളി, മരണത്തിന്റെ സമയമായി എന്ന് ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് മരിക്കുന്ന ആളുടെ മുമ്പിലുള്ള പ്രതിസന്ധി. ഇങ്ങനെ അയാൾക്ക് അള്ളാന്റെ റസൂലിന് പോലും മരണവേദന വന്നപ്പോ ബോധം കെട്ടുക, വേദന സഹിക്കവയ്യാതെ റസൂലുള്ളാഹിക്ക് വരെ ഫാത്തിമ ബീവി പൊട്ടിക്കരയുമ്പോ നിന്റെ പിതാവിന്റെ മരണവേദന എന്ന് പറഞ്ഞിങ്ങനെ കരയുമ്പോ ലൈസ അലാ അബീകി കർബുൻ ബഅദല്ലോ, മോളെ ഫാത്തിമ, നിന്റെ പിതാവിന് ഈ ഒരു രംഗം മാത്രമാണ്, പിന്നെ ഇനി നിന്റെ പിതാവിന് ഒന്നുമില്ല എന്ന് സമാധാനപ്പെടുത്താം. അള്ളാന്റെ റസൂലിന് വരെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ മരണവേദന സത്യമാണ് സഹോദരങ്ങളെ, നാം തിരിച്ചറിയാം. അതുകൊണ്ട് അവിടേക്ക് രക്ഷ കിട്ടണമെങ്കിൽ മക്കളുടെ ആശ്വാസവാക്കുകൾ കൊണ്ട് രക്ഷല്ല. പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് മരണം, പടച്ച റബ്ബിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഖബർ, പടച്ച റബ്ബിന്റെ പൂർണ്ണമായ അധികാരത്തിലാണ് പരലോകം, വിചാരണ. അവിടെയൊക്കെ നഫ്സി നഫ്സി എന്ന ചിന്തയാണ് നമുക്കുള്ളത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളർക്ക് മലക്കുകൾ ഇറങ്ങി വരിക. മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ട സഹോദര, ഭയപ്പെടേണ്ട സഹോദര, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗമിതാ, ഈ സ്വർഗത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ദുനിയാവിലെ മക്കളെക്കാളും നല്ല മക്കളുള്ള സ്വർഗം, ദുനിയാവിലെ കുടുംബത്തെക്കാളും നല്ല കുടുംബമുള്ള സ്വർഗം, ദുനിയാവിലെ ഭാര്യമാരെക്കാളും സ്നേഹനിധികളായ സുന്ദരികളായ തരുണീമണികളായ റൂറുല്ലീങ്ങളായ ഭാര്യമാരുള്ള സ്വർഗം, ദുനിയാവിലെ കൂട്ടുകാരെക്കാളും നല്ല സ്നേഹനിധികളായ കൂട്ടുകാരുള്ള സ്വർഗം, ദുനിയാവിലെ വീടിനേക്കാളും നല്ല സുഖസൗകര്യങ്ങളുള്ള കൊട്ടാരങ്ങളുള്ള സ്വർഗം, എല്ലാം മെച്ചം. ഇവിടുത്തിനേക്കാളും മുന്തിയ ലോകം അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. സമാധാനമായിട്ട് വന്നോ, സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് റൂഹിനെ പിടിച്ചുകൊണ്ടാണ് മലക്കുകൾ കൊണ്ടുപോകുന്നത്. നല്ല ഒരാളുടെ മരണവേദന അല്ലെങ്കിൽ മരിക്കുന്ന സമയത്തുള്ള അവസ്ഥയാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമയം തീരാനായി. എന്തിന്റെ? നമ്മുടെയും നമ്മുടെ വിഷയത്തിന്റെയും. സഹോദരങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അംസൈ ഫലാ തൻതളിരി സബാഹ്, വൈകുന്നേരമായ രാവിലെ എന്നത് ഇവിടെ ഉണ്ടാവില്ല, പക്ഷേ നീ ഉണ്ടാവണം എന്നില്ല. അപ്പൊ നമ്മളില്ലാത്ത പ്രഭാതം ഇവിടെ പൊട്ടിവിടരുത്. അതുപോലെ തന്നെ ഇതാ അസ്ബഹത, പ്രഭാതത്തിൽ നീ ഉണ്ടായാൽ ഫലാ തൻതളിരിൽ മസാ, വൈകുന്നേരം നീ ഉണ്ടാകും എന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ രാവിലെ നമ്മളുണ്ട്, വൈകുന്നേരം ഉണ്ടാകുമോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളാണ് ഇന്ന ഷർട്ടിന്റെ ബട്ടൺസ്, നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിന്റെ ആ ക്ലിപ്പ് കൃത്യമായി നമ്മളാണോ അഴിച്ചെടുക്കുക, അതോ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കരം കൊണ്ടായിരിക്കുമോ നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ അങ്ങാടിയിൽ ഇരുന്ന് ചിരിച്ച് തമാശ പറയുമ്പോ അവിടെയുള്ള അങ്ങാടിയിലെ ആ ഒരു കടയിലുള്ള കഫംപുടവ നമ്മളെ നോക്കി ചിരിക്കണം. സഹോദര, അണക്കുള്ളത് ഇവിടെ റെഡി ആയിക്കണമെന്നാണ് കഫംപുടവ. എപ്പോൾ നമ്മൾ മറിഞ്ഞു വീണോ അപ്പോൾ നമ്മൾ ഒരുങ്ങുകയാണ്. സഹോദര, ഈ ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, രാവിലെ ആയാൽ വൈകുന്നേരം നീ ഉണ്ടാവണം എന്നില്ല, വൈകുന്നേരം നീ ഉണ്ടായാൽ രാവിലെ നീ ഉണ്ടാവണം എന്നില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, രോഗം വരുന്നതിന് മുമ്പ്, രോഗിയാവുന്നതിന് മുമ്പ് നിനക്ക് പടച്ച റബ്ബ് നൽകിയ ആരോഗ്യം കൊണ്ട് നീ സമ്പാദിക്കുക. വമിൻ ഹയാതിക ഖബ്ല മൗതിക, ഈ ജീവിതം കൊണ്ട് മരണത്തിന് മുമ്പ് നീ അധ്വാനിക്കുക. സഹോദരങ്ങളെ, ഈ ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാവണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്കൊരു കാര്യത്തിലും ഇത്രത്തോളം വലിയ ദുഃഖം മുമ്പുണ്ടായിട്ടില്ല. നദമി, എന്റെ ദുഃഖം, അലാ യൗമിൻ, ഒരു ദിവസത്തിന്റെ പേരിലാണ്.
ഒരു ദിവസം എനിക്ക് എന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടും നന്മയില്ലാതെ ആ ദിവസം എന്നിൽ നിന്ന് അസ്തമിച്ചു പോയാൽ, തീർന്നു പോയാൽ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ ഒരു ദിവസം കിട്ടിയിട്ട് ആ ദിവസത്തിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, ആ ദിവസത്തിൽ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ, ആ ദിവസത്തിൽ അല്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ആ ദിവസം കൊണ്ട് നമുക്ക് എന്ത് നേടാനായി? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടായ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസം. ഇതില്ലെങ്കിൽ ദുഃഖമാണ്, ഇതില്ലെങ്കിൽ സങ്കടമാണ്. ആ നഷ്ടപ്പെട്ടു പോയ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുള്ളത് കർമ്മമാണ് നമുക്ക് സുരക്ഷ നൽകുന്നത്. അതാണ് നാളെ പരലോകത്ത് നമുക്ക് സുരക്ഷിതത്വവും രക്ഷയും നൽകി, സമാധാനം നൽകി നമുക്ക് തുണയാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആമുഖമായി ഓതിക്കേൽപ്പിച്ച വചനം സൂറത്തുൽ ഫജ്ർ, പ്രഭാതം എന്ന അധ്യായം നമുക്ക് സുപരിചിതമാണ്, മനപ്പാഠമറിയുന്നത്. ആ അധ്യായത്തിലെ ചില വചനങ്ങൾ അള്ളാഹു നമ്മളെ വിളിക്കുക. എങ്ങനെ വിളിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണം നമ്മളെ പടച്ച റബ്ബ് നേർക്ക് നേരെ വിളിക്കാൻ. കുട്ടികളെ കെട്ടിക്കാനുള്ളവർക്ക് കുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ ഒരു സമാധാനം. ഇപ്പൻ്റെ എല്ലാ കുട്ടികളെയും കെട്ടിച്ചു, മക്കൾക്കൊക്കെ ജോലിയായി. വീട് ഉദ്ദേശം വെച്ചിരുന്ന ആൾക്ക് വീട് പണി പൂർത്തിയായാൽ സമാധാനമായി. വീടിന്റെ പണിയൊക്കെ വേണം. പേരക്കുട്ടികളെ കൂടി കെട്ടിച്ചയച്ചാൽ ഒന്നും കൂടി സമാധാനമായി. എല്ലാം റാഹത്താണ്. എല്ലാ ഭൗതികമായ കാര്യങ്ങളിലും നമുക്ക് സമാധാനമായി. എന്നാൽ സഹോദര, പടച്ച റബ്ബ് ഏൽപ്പിച്ച ഇബാദത്ത് കൃത്യമായി ചെയ്താൽ സമാധാനമുണ്ടാകുന്നു. പടച്ചറബുമായുള്ള ബാധ്യതകൾ കൃത്യമായി ചെയ്താൽ നമുക്ക് ആശ്വസിക്കാനാവും. ഇങ്ങനെ പടച്ചറബിന്റെ തൃപ്തിയും പൊരുത്തവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ മരണം വരെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ കൃത്യമായ നമസ്കാരം, കൃത്യമായ നോമ്പ്, കൃത്യമായ സക്കാത്ത്, ഇതൊക്കെ റബ്ബിനോട് ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്ത് തീർത്താൽ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്ന രൂപമാണ് ആമുഖമായി ഉദ്ദേശിക്കുന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, സമാധാനമടഞ്ഞ ആത്മാവേ. പടച്ചോനുള്ള ഒരിടപാടും ബാക്കിയായിട്ടില്ല, ഒക്കെ യഥാവിധി ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ, സമാധാനത്തോടെ തൃപ്തിപ്പെട്ട നിലയിലും തൃപ്തിപ്പെടപ്പെട്ട നിലയിലും നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങി വരിക. സമാധാനത്തോടെ പോന്നോളി. പടച്ചോൻ പറയാം. ജീവിതം അവസാനിപ്പിച്ച് മരിച്ചു പോണ ആൾക്കാരോട് പറയാം. സത്യവിശ്വാസികൾക്കാണ് ഈ ഭാഗ്യം. എന്നിട്ടോ ഫദ്ഖുലീ ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂടെ നിങ്ങൾ പ്രവേശിക്കുവീൻ. ആരാണ് അടിമകൾ? അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ കൂടെ മുത്തഖീങ്ങൾ, അവരുടെ കൂടെ നിങ്ങളും പ്രവേശിക്കുവീൻ. ഫദ്ഖുലീ ജന്നതി, എന്നിട്ട് അവര് പ്രവേശിക്കുന്ന സ്വർഗത്തിൽ അവരോടൊപ്പം നിങ്ങളും പ്രവേശിച്ചു കൊള്ളുകയും. ഇതിൽ ഇരിക്കുന്ന നമ്മളോട് അങ്ങനെ പറയാൻ പടച്ചറബ്ബ് അങ്ങനെ ഒരു തൗഫീഖ് നമുക്ക് നൽകിയാൽ നമുക്ക് വിജയിക്കാനായി സഹോദരങ്ങളെ. അതുകൊണ്ട് സമാധാനത്തോടുകൂടി മരിക്കണമെങ്കിൽ പടച്ചറബ്ബ് ഏൽപ്പിച്ച ബാധ്യതകൾ കണിശമായും കൃത്യമായും ചെയ്തു തീർക്കുന്ന ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാവണം. അങ്ങനെ പടച്ചറബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. പക്ഷെ എന്താ അറിയോ, നമ്മളൊക്കെ പൂതി എന്താ വെച്ചാൽ ആസിയ ബീവിന്റെ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ സഹോദരിമാർക്കൊക്കെ വല്ലാത്ത ആവേശം. മറിയ ബീവിന്റെ ചരിത്രം പറയുമ്പോഴും ആവേശം. ഫാത്തിമ ബീവിന്റെ, ഖദീജ ബീവിന്റെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒക്കെ ചരിത്രം പറയുമ്പോൾ വല്ലാത്ത ആവേശമാണ്. അവരുടെ ഒപ്പം നമുക്കും സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമുക്കുള്ളത് എന്താ അറിയോ, ആഗ്രഹവും പൂതി മാത്രം. കർമ്മമുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത്തർജു അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വഅൻത ബിഗൈരി സാദി, നീ അവരുടെ കൂടെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ? അവർ വിജയികളാവാൻ വേണ്ട എല്ലാ യാത്രാ ഭക്ഷണവും അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അടുക്കൽ അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവർ ചെയ്തു. പക്ഷേ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നാൽ അവർ എല്ലാ വിഭവങ്ങളും ഒരുക്കി. അതാണ് അവരുടെ വിജയത്തിന്റെ നിദാനം.
ലക്ഷ്യം സ്വർഗം നേടലാണ്. സഹോദര, എന്തിനാ ഇവിടെ ജീവിക്കണു എന്ന് ചോദിച്ചാൽ പറയേണ്ട മറുപടി എന്താ? സ്വർഗം കിട്ടാനാണ്, സ്വർഗം ലഭിക്കാനാണ്. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണ് അവർക്ക് നൽകിയ സ്വർഗം. അപ്പൊ നമ്മുടെ കർമ്മഫലമാണ് സ്വർഗം. സ്വർഗം കിട്ടിയവര് പറയണ, അവരോട് പറയണ മറുപടി തന്നെ ലിമിത്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർ പണിയെടുത്തുകൊള്ളട്ടെ. ജഅഫർ റളിയല്ലാഹു അൻഹു മുഅത്തത്ത് യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദായി. ഭാര്യ അസ്മാ വല്ലാതെ വേദനിച്ച് ഭർത്താവിന്റെ വിയോഗത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജഅഫറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി തഅസിയത്ത് നടത്താൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. പ്രവാചകനെ കണ്ടപ്പോൾ അസ്മാ ബീവിയും കുടുംബവും ഒന്നുകൂടി വേദനയോടെ കരയുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. കാരണം ചെറിയ കുട്ടികളാണ് ജഅഫർ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ അനാഥരായല്ലോ എന്ന് ആലോചിച്ച് പ്രവാചകന്റെ കണ്ണ് നനഞ്ഞു. ഈ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്മാ ബീവിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ, വാക്കുകൾ കിട്ടാതെ പ്രവാചകൻ വിഷമിക്കാം. ആ സമയത്ത് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ജഅഫർ സ്വർഗത്തിൽ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയും എന്റെയും പ്രിയപ്പെട്ട ജഅഫർ മുഅത്ത യുദ്ധക്കളത്തിൽ ഷഹീദായതിന്റെ പേരിൽ ഇപ്പോൾ സ്വർഗത്തിൽ പാറിക്കളിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പ്രവാചകൻ പറയേണ്ട താമസം. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അസ്മാ ബീവി ഉടൻ ചിരിക്കുകയാണ്. കണ്ണുനീരൊക്കെ മാറി അസ്മാ ബീവി ചിരിക്കണം. എന്തേ ചിരിക്കാൻ കാരണം? അസ്മാ ബീവി പറഞ്ഞ വാക്കുകൂടി നമ്മൾ ആലോചിക്കണം. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഭർത്താവിനെയും എന്റെ പൊന്നോമനകൾക്ക് പ്രിയപ്പെട്ട പിതാവിനെയും നഷ്ടമായി എങ്കിലും, ഞങ്ങൾക്ക് നഷ്ടമായി എങ്കിലും അദ്ദേഹം നേടിയല്ലോ സ്വർഗം എന്നാലോചിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചിരിച്ചത് എന്ന് മറുപടി പറയാം. കരച്ചിൽ അവസാനിപ്പിച്ച് ചിരിച്ചത് അതുകൊണ്ടാണ്. അദ്ദേഹം നേടിയല്ലോ, ഞങ്ങൾക്ക് നഷ്ടമായി അദ്ദേഹമെങ്കിലും അദ്ദേഹം വിജയിച്ചല്ലോ സ്വർഗം നേടിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അസ്മാ ബീവി ആ സങ്കടം അവിടെ ഒതുക്കി വെക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങുക, നമ്മൾ പണിയെടുക്കുക സ്വർഗത്തിന് വേണ്ടി. അതാണ് നമ്മുടെ പരമപ്രധാനമായ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ഓർമ്മയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഈ ലോകം പോലെ അല്ല പരലോകം. പരലോകത്തിൽ ചെന്നാൽ എന്താ, ഒറ്റയടിക്ക് വേർതിരിക്കപ്പെടുക. ഇത്ര പെട്ടെന്ന കാര്യം. ഇവിടെ ഇപ്പൊ എന്ത് വേണ്ടാവൃത്തി ചെയ്താലും വെള്ളിയാഴ്ച ഒന്നാമത്തെ സ്റ്റെപ്പിൽ വന്നിരിക്കാം. ആരും അറിയില്ല നമ്മൾ ഇന്നലെ രാത്രി ചെയ്തത്, ആരും ഇട്ട് കണ്ടുപിടിക്കാനും പോകുന്നില്ല. പക്ഷേ പരലോകത്തിൽ ചെന്നാൽ എല്ലാം വെളിച്ചിട്ട് വരികയാണ്. ഏ കുറ്റവാളികളെ, ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക. ഒറ്റ പ്രഖ്യാപന സൂറത്ത് യാസീൻ. കുറ്റവാളികളോട് മാറി നിൽക്കാൻ വേണ്ടി പഠിച്ചോ പറയാം. കുറ്റം ചെയ്തല്ലോ ഒക്കെ കിട്ട് മാറിക്കണം. ഇന്നിവിടെ സംസാരിച്ചുകൊണ്ട് സമയം കളയേണ്ടതില്ല. ഇന്നിവിടെ ആരും വാചാലമായി ന്യായാന്യായങ്ങൾ പറയേണ്ട, ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സംസാരിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയൂഖദു ബിന്നവാസി വൽ അഖ്ദാം. കുറ്റവാളികളെ അടയാളങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയപ്പെടുന്ന ലോകമാണ്. എന്നിട്ട് അവരെ അറുത്ത കോഴിയെ നമ്മൾ ചുരുട്ടി പിടിക്കും പോലെ കുടുംബക്കും കാൽപാദവും ചേർത്തി കൂട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ ഏറാണ് നരകക്കുണ്ടിലേക്ക് കുറ്റവാളികളെ പടച്ചും കരുണല്ലാത്ത വിധം കൈകാര്യം ചെയ്യാം. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആലോചിക്കുക, ഒരു പുനർവായനയ്ക്ക് നാം ഒരുങ്ങുക. ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് മാറിപ്പോകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുക. വളരെ ചുരുങ്ങിയ കാലമാണ് നമുക്കിവിടെ ബാക്കിയായിട്ടുള്ളത്. കണ്ണടയുന്നതിന് മുമ്പ്, മരണം നമ്മുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ്, പടച്ച റബ്ബ് നിശ്ചയിച്ച അവധി എത്തുന്നതിന് മുമ്പ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം
ഭംഗിയായി ചെയ്തുകൊണ്ട് വിജയിക്കാൻ നമുക്ക് സാധിക്കണം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിയാൽ പിന്നെ ഒരു നിമിഷം പോലും ഒരാളെയും പടച്ച റബ്ബ് ചിന്തിപ്പിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കണം. അതുകൊണ്ട് ഒരുങ്ങുക, നാം സമ്പാദിക്കുക, നാം ശ്രദ്ധിക്കുക. വിലപ്പെട്ട സമയം, വിലപ്പെട്ട സന്ദർഭം, വിലപ്പെട്ട നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ എന്ന് വേണ്ട പടച്ച റബ്ബ് നമ്മെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയും അവനിഷ്ടപ്പെടുന്ന വഴിയിൽ, അവനിഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് വിജയികളാവാൻ നാം ശ്രദ്ധിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ തുണക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് സ്വർഗം നേടി വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണവേദനയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിന്റെയും നരകത്തിന്റെയും അദാബുകളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മിൽ നിന്നും മരണപ്പെട്ടവരെയും നമ്മുടെ മാതാപിതാക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.